ഇതാ നിന്റെ പ്രിയപ്പെട്ട പൊന്നോമനകളെ ചോദിക്കുകയാണ്. 18 വയസ്സുള്ള മാരായമംഗലത്തുള്ള നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ അല്ലാഹു തആല ചോദിക്കുകയാണ്. പൊന്നുമോനെ, 18 വർഷങ്ങൾക്ക് മുമ്പ് മാരായമംഗലത്തുള്ള ഏതോ ഒരു ഹോസ്പിറ്റലിൽ നിനക്ക് ഞാൻ ഒരു ലേബർ റൂമിൽ നിന്നൊരു നേഴ്സ് നിന്റെ കയ്യിലേക്ക് സമ്മാനിച്ച പൊന്നുമോനെ തന്നില്ലടാ. ആ പൊന്നുമോനെ എനിക്ക് തിരിച്ചു താടാ എന്ന് പടച്ചവൻ എന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് എന്റെ പ്രിയപ്പെട്ടവരെ മക്കളെ അതുപോലെ തിരിച്ചു കൊടുക്കാൻ കഴിയും? ആർക്കാണ് തിരിച്ചു കൊടുക്കാൻ കഴിയ? അതാണ് ഞാൻ പറഞ്ഞത്, മക്കളുടെ കാര്യത്തിലാണ് പല ബാപ്പന്മാരും ഉമ്മമാരും നരകത്തിലേക്ക് കിടക്കുന്നത്. ഇന്ന് മക്കളെ നമ്മൾ കുറ്റപ്പെടുത്തുന്നവരാ, ആക്ഷേപിക്കുന്നവരാ, ശകാരിക്കുന്നവരാ. പല ഉമ്മമാരും പറയാറുള്ള ഒരു വാക്കാണ്, ഉസ്താദേ, 7ാം ക്ലാസ് കഴിഞ്ഞ മദ്രസ പഠനം അവസാനിപ്പിച്ചപ്പോ വീശമുളച്ച പ്രിയപ്പെട്ട പൊന്നുപോരുണ്ടല്ലോ, കൗമാര പ്രായത്തിലേക്ക് കാലെടുത്ത് വെച്ചവനുണ്ടല്ലോ, പണ്ടത്തതുപോലെയല്ല ഉസ്താദേ, പഴയതുപോലെയല്ല, പറഞ്ഞതുപോലെ അനുസരിക്കുന്നില്ല, വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നില്ല, എന്റെ മുമ്പിൽ സംസാരത്തിന് തർക്കുത്തരം പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് കണ്ണുരുട്ടുകയാണ്, പേടിപ്പിക്കുകയാണ്. മകന്റെ കാര്യത്തിൽ സംസാരിക്കാൻ പോലും പേടിയാണ് ഉസ്താദ്. പല പെൺമക്കളുടെ കാര്യത്തിലും പരാതി പറയാറുണ്ട്. ക്യാമ്പസിന്റെ അകത്തളത്തിലേക്ക് കടന്നു ചെല്ലുന്ന നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കള്, നമ്മുടെ പൊന്നോമനകളായ പെൺമക്കളുടെ അവസ്ഥകൾ ഇന്നിങ്ങനെയാണ്. കാമുകനോടുകൂടെ 24 മണിക്കൂറും ചാറ്റിംഗിലാണ്. ഞാനിതാ ഇന്ന് മഹാനായ ഷഹീദേ മില്ലത്ത് CM ഉസ്താദ് അന്തിയിറങ്ങുന്നവര് ചെമ്പരിക്ക കടപ്പുറത്തിന്റെ ചാരത്ത് അവിടെ ജോലി ചെയ്യുമ്പോ എനിക്കറിയാം ആ ബീച്ചിൽ നടക്കുന്ന അനാചാരങ്ങള്. എത്രയോ കൗമാരക്കാരികളായ പെൺമക്കളുണ്ടല്ലോ, കോളേജിന്റെ പേര് പറഞ്ഞ് ക്യാമ്പസുകളിലേക്ക് കടന്നു ചെന്ന് ഒരു പീരീഡ് കഴിഞ്ഞ് നേരെ അവർ വരുന്നത് ബീച്ചിലേക്കാണ്, പിന്നെ പോകുന്നത് 2-3 മണിക്കാണ്. എത്രയോ പെൺകുഞ്ഞുങ്ങൾ അവിടെ നിന്ന് പിടിച്ചവരുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ കൈകളിൽ ഏൽപ്പിക്കുമ്പോ നിറകണ്ണുകളോടെ പോകുമ്പോ പ്രിയപ്പെട്ട ആ രക്ഷിതാക്കൾ പറയുന്നത്, ഉസ്താദേ, പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നില്ല, പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്ന് പീഡിപ്പിക്കുകയാണ്, പേടിപ്പിക്കുകയാണ്. ആൺമക്കളുടെ കാര്യമെങ്കിലോ പടച്ചറപ്പ് 8 മണിക്ക് വീട് വിട്ടിറങ്ങുന്ന രാത്രിയുള്ള പ്രിയപ്പെട്ട പൊന്നുമക്കള് ടർഫിൽ കളിച്ച് വീടിന്റെ അകത്തളത്തേക്ക് കയറുന്നത് 3 മണി രാത്രിക്കാട്. കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായി എന്റെ പ്രിയപ്പെട്ടവരെ മക്കളെ പോലീസ് കേസിൽ പിടിക്കപ്പെടുമ്പോ ഇതേ അക്ഷര കൈരളി എന്ന് പറയുന്ന ഈ കേരള സംസ്ഥാനത്ത് 11 വയസ്സുള്ള പ്രിയപ്പെട്ട പൊന്നുമോനുണ്ടല്ലോ, 10 വയസ്സുള്ള തന്റെ കുഞ്ഞരിഞ്ഞെത്തി കളിപ്പാട്ടം പിടിക്കുന്ന പ്രായത്തില് MDMA കൊടുത്ത പൊന്നുമക്കളുടെ ലോകത്ത് ജീവിക്കുന്ന എന്റെ മാരായമംഗലത്തുള്ള ഉമ്മ മക്കളെ കുറ്റപ്പെടുത്തുകയാ, മക്കളെ ആക്ഷേപിക്കുകയാ, മക്കളെ തെറി വിളിക്കുകയാണ്, മക്കളുടെ സ്വഭാവ ദൂഷത്തെ കുറിച്ച് പരാതി പറയുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മക്കളെ കുറ്റപ്പെടുത്തല്ലേ, മക്കളെ ആക്ഷേപിക്കല്ലേ, മക്കളെ തെറി വിളിക്കല്ലേ. ആരാ അവരെ പഴപ്പിച്ചതാരാ? 18 വയസ്സുള്ള നിന്റെ പ്രിയപ്പെട്ട തങ്കക്കുടമുണ്ടല്ലോ, ഇന്ന് നീ പറഞ്ഞതുപോലെ അനുസരിക്കുന്നില്ല എങ്കിൽ, നിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നില്ല എങ്കിൽ, നീ പറഞ്ഞൊരു വാക്കിന് പോലും പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല എങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മാരായമംഗലത്തുള്ള വാപ്പ